ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാത്സ് വിത്ത് നേഹ. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x+1 = 3 അങ്ങനെയൊക്കെ പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. അതിൽ ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞേക്കുന്നത് കണ്ടോ. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഇക്വേഷനിലാണെങ്കിൽ എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്യാമെന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാമെന്ന്. ഈ എക്സിന് പല പല വാല്യൂസ് കൊടുത്താൽ ഈ ഒരു ഇക്വേഷൻ പലതാവും അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ തരുമ്പോൾ എക്സ് കണ്ടുപിടിക്കുക, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സും വൈയും x+1 = y എന്നാണെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളാണ്. ഓക്കെ, എക്സും വൈയും ഉണ്ട് അതിനകത്ത് അല്ലേ. പക്ഷേ ഇത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം പറയുന്നത് LHSഉം RHSഉം. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതുപോലെ RHS എന്താ, റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കി, ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ കണ്ടോ. ഈക്വൽ ടു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ x+1 അല്ലേ. ഈ x+1 അല്ലേ ഇടാം. അപ്പോൾ ഈ x+1 എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, LHS ആണ്. അതുപോലെ 3 എന്ന് പറയുന്നത് കണ്ടോ, ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലല്ലേ, അതിനെയാണ് നമ്മൾ RHS എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പ്ലസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, മൈനസിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഇൻറ്റൂൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതുപോലെ ഡിവിഷൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് എക്സസൈസ് 2.1 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ x+1 = 3 എന്നല്ലേ. x+1 = 3 എന്ന് പറയുമ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം. x = 3, ഇത് +1 ആയതുകൊണ്ട് +1 ഈക്വൽ ടു സിമ്പിളിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും അല്ലേ. പ്ലസ് ആയിട്ടുള്ളതൊക്കെ മൈനസ് ആവും, മൈനസ് ആയിട്ടുള്ളതൊക്കെ പ്ലസ് ആവും. ഓക്കെ, ഈക്വൽ ടു സിമ്പിളിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അപ്പോൾ ഈ +1 നമുക്ക് ഇവിടെ എഴുതുമ്പോൾ -1 എന്ന് എഴുതാം അല്ലേ. x = ഈ +1 ഇപ്പുറത്തോട്ട് പോയപ്പോൾ -1 ആയി. അപ്പോൾ x = 3 - 1. അപ്പോൾ x എന്ന് പറയുന്നത് എന്താ, 3 - 1 എത്രയാണ്, 2 അല്ലേ. അപ്പോൾ x = 2 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഒരു പ്ലസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആവും അല്ലേ. ഇനി നമ്മൾ നോക്കിയത് 3 - x = 5 എന്നല്ലേ. അപ്പം നമുക്ക് x എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പം നമ്മൾ x എന്ന് പറയുമ്പോൾ ഇവിടെ -x അല്ലേ, അതിന് അങ്ങനെ തന്നെ ഇടണം. -x = 5 അല്ലേ ഇവിടെ 5. ഇവിടെ നോക്കിയേ 3 അല്ലേ, 3 ചുമ്മാ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ, +3 എന്നല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ലേ. അപ്പോൾ ആ +3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഈ ഈക്വൽ ടു സിമ്പിളിൽ ഇപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരും i+3നെ. അപ്പോൾ അതെന്താവും, -3 ആവത്തില്ലേ. അങ്ങനെ നമ്മൾ 5 - 3 എന്ന് എഴുതി. അപ്പോൾ -x എന്ന് പറയുന്നത് എത്രയാണ്, 5 - 3 അല്ലേ. 5 - 3 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ഇനി -x അല്ലേടാ 2. അപ്പോൾ x എന്താ, ഈ മൈനസിനെ 2ന് ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ -2 എന്ന് കിട്ടും. x = -2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായോ. അങ്ങനെയാണ് മൈനസ് സിമ്പിൾ ഉള്ളത് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇപ്പോൾ x - 2 = 7 എന്നാണ് വിചാരിച്ചോ. അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ x എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, 7 -2 അല്ലേടാ ഇവിടെ. അപ്പോൾ ഈ -2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, +2 ആവത്തില്ലേ. മൈനസ് ഒക്കെ പ്ലസ് ആവും, പ്ലസ് ഒക്കെ മൈനസും ആവും കേട്ടോ. അപ്പോൾ -2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആവും. അങ്ങനെയാണ് x എന്ന് പറയുന്നത് എത്രയാ, 7 + 2 അല്ലേ. 7 + 2 എത്രയാ, 9 അല്ലേ. 8 9. അപ്പോൾ x എന്ന് പറയുന്നത് 9 ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കിയാൽ 5x = 25. അത് വേറൊരു ഇക്വേഷൻ ആണ്. 5x = 25. 5x എന്ന് പറഞ്ഞാൽ എന്താ, 5 × x എന്നല്ലേ. ഇൻറ്റു ഇട്ടില്ലെങ്കിൽ 5x എന്ന് പറഞ്ഞാൽ 5 × x ആണ്. അപ്പോൾ 5 × x എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, ഇൻറ്റു ആവുമ്പോൾ ഈ 5 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷനൊക്കെ ഇൻറ്റു ആവും, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. പ്ലസ് ഒക്കെ മൈനസ് ആവും, മൈനസ് ഒക്കെ പ്ലസ് ആവും, ഇൻറ്റു ഒക്കെ ഡിവിഷൻ ആവും, ഡിവിഷനൊക്കെ ഇൻറ്റു ആവും. അപ്പോൾ നോക്കിയേ, ഇത് ഇൻറ്റു സിമ്പിൾ അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഡിവിഷൻ ആവത്തില്ലേ. അപ്പോൾ x = 25. ഈ 5 ഇൻറ്റു എന്നുള്ളത് 5 ഡിവിഷൻ ആയിട്ട് ഇവിടെ 5 എഴുതണം, /5 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്രയാ, 25 / 5 എത്രയാ, 5 തന്നെയല്ലേ. x = 5 എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ, 25 / 5. അപ്പോൾ x = 5 കിട്ടി. ഇനി നമ്മൾ നോക്കിയ ഡിവിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടോ. x / 5 = 10 എന്നല്ലേ. x / 5 അല്ലേ. അപ്പോൾ x = എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, x = 10. ഡിവിഷൻ ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇൻറ്റു ആവും. അപ്പോൾ 10 5 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ×5 എന്നാവും അല്ലേ. ഇത് /5 അല്ലായിരുന്നു. അപ്പോൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ×5 എന്നായി. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താ, 10 × 5 എത്രയാ, 50 അല്ലേ. അപ്പോൾ x = 15 നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ x കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, x - 2 = 7. x - 2 = 7. അതിങ്ങനെ ചെയ്യും. x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7. പിന്നെ ഈ -2 ഈക്വൽ ടു സിമ്പിൾ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താ ഇവിടെ, +2 ആവത്തില്ലേ. മൈനസ് ഒക്കെ പ്ലസ് ആവും. അപ്പോൾ 7 + 2 എത്രയാ, 8 9 അല്ലേ. x = 9 എന്ന് കിട്ടി. അതിന് ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, x = 9 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, y + 3 = 10 എന്നാണ്. y + 3 = 10. അപ്പോൾ y എന്താടാ, y എന്ന് പറയുന്നത് ഈ 10 + 3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -3 ആവത്തില്ലേ. അപ്പോൾ y എന്ന് പറയുന്നത് എത്ര, 10 - 3 അല്ലേ. 10 - 3 എത്രയാണ്, 7 അല്ലേ. അപ്പോൾ y = 7 എന്ന് കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ, 6 = z + 2. ഓക്കെ, 6 = z + 2.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇസഡ് എന്ന് പറയുന്ന RHS അല്ലേ, റൈറ്റ് സൈഡിലല്ലേ, ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനാണ് ഇസഡ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതുക അല്ലേ. അതല്ലേ എളുപ്പം. അപ്പം നമുക്ക് ഈ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇസഡ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതിയാലും 6 ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 2 എന്ന് എഴുതിയാലും ഒക്കെ സെയിം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് എന്താണ് 6 പ്ലസ് 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -2 ആവും. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ 4 അല്ലേ. 6 - 2 ഇസഡ് ഇസ് ഈക്വൽ ടു 4. ഇസഡോ വൈയോ എക്സോ ABCD എന്ത് വേണേലും ആവാം കേട്ടോ. അതൊന്നും ഒരു വിഷയമല്ല, അതൊരു വേരിയബിൾ ആണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇസഡ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയാൽ അത് എപ്പോഴും എക്സ് മാത്രമേ വരത്തുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. അപ്പോൾ 6 - 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 4 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ ചെയ്യാവേ. അത് 3/7 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 17/7. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇതൊരു ഫ്രാക്ഷൻ ഫോമിലൊക്കെയാണ് അല്ലേ. ഫ്രാക്ഷൻ ഫോമിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെന്താ ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതണം. ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ഈ 17/7 അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ 3/7 ഇപ്പുറത്തോട്ട് വരണ്ടേ, അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് എഴുതുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പോകില്ലേ. അപ്പോൾ 3/7 അങ്ങനെ തന്നെ എടുത്ത് എഴുതാൻ പോവാം. അപ്പോൾ ഇത് എന്ത് 3/7 ആ പ്ലസ് അല്ലേ, പ്ലസ് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ പ്ലസ് തന്നെയാണ്. അപ്പോൾ പ്ലസ് 3/7 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -3/7 ആവത്തില്ലേ. അങ്ങനെ നമുക്ക് -3/7 എഴുതാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താ, നമുക്കറിയാം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആ, 7 - 7 തന്നെയാണ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ പിന്നെ നമുക്ക് മൈനസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടേ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. 17 - 3 ഡിവൈഡഡ് ബൈ 7. 7 രണ്ടിനും കോമൺ ആയതുകൊണ്ട് 7 അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നോക്കി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും. 17 - 3 എത്രയാ, ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 17 - 3 4 5 6 7 4ഉം ഒരു 1ഉം അപ്പോൾ 14/7 നമുക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 7. 14 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ എന്താടാ കിട്ടുന്നത്, 7 × 2 അല്ലേടാ 14. അപ്പോൾ 14 ഡിവൈഡ് ബൈ 7 2 അല്ലേ. കിട്ടിയോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 കിട്ടിയത് എങ്ങനെയാണ്, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ, അപ്പം നമുക്കങ്ങനെ 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ ചെയ്യാവേ. 5th ക്വസ്റ്റ്യൻ നോക്കിയേ. 6x ഇസ് ഈക്വൽ ടു 12. 6x ഇസ് ഈക്വൽ 12. ഈസി ആയിട്ട് ചെയ്തില്ലേ. 6x എന്ന് പറഞ്ഞാൽ 6 × x അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, 12. 6 ഡിവിഷൻ ആവും അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, 12 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. 6 × 2 അല്ലേ 12. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയുണ്ടോ. ഓക്കെ, ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്യാം. 6th ക്വസ്റ്റ്യൻ എന്താ, t ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, t അല്ലേ. t ഡിവൈഡഡ് ബൈ 5 അല്ലേ, അപ്പോൾ 5 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ×5 ആവും. അപ്പോൾ t ഇസ് ഈക്വൽ ടു 10, 5 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ×5. ഓക്കെ, 10 × 5 എന്ന് പറഞ്ഞാൽ 50 അല്ലേ. അപ്പോൾ t ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടിയാണ്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ 6th ക്വസ്റ്റ്യൻ. 6 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി. നമുക്ക് 7th ക്വസ്റ്റ്യൻ ചെയ്താലോ. 7th ക്വസ്റ്റ്യൻ എന്താ, 2x ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 18. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ വന്നല്ലേ, അത് കുഴപ്പമില്ല, നമ്മൾ പഠിക്കാൻ പോകല്ലേ. അപ്പോൾ 2x എന്ന് വന്നു. അപ്പം നമുക്ക് ആദ്യം 2x ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാം. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു എന്ത് വരും, 18ഉം 3ഉം അല്ലേ. അപ്പോൾ 18 × 3 എന്ന് വരത്തില്ലേ, ഇത് ഡിവൈഡഡ് ബൈ 3 അല്ലേ. അപ്പോൾ 3 ഇപ്പത്തോട്ട് പോകുമ്പോൾ ×3 ആവില്ലേ. അപ്പോൾ 18 × 3 എന്ന് എഴുതി. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 18 × 3. 18 × 3 ചെയ്ത് നോക്കിയേ. 8 3s 24 അല്ലേ. 3 4 5 അല്ലേ, 54 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേടാ. അപ്പോൾ ഇനി നോക്കി, ഇനി നമ്മൾ എക്സ് എഴുതണം. എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × x എന്നല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ, 2 ഇവിടെ ഡിവൈഡഡ് ബൈ ആവും, ഇൻറ്റു അല്ലായിരുന്നു ഇവിടെ, അതുകൊണ്ട്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. 54 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 27 അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 27 അപ്പോൾ കിട്ടി. 54 ഡിവൈഡ് ബൈ 2 ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമ്മൾ കുറച്ച് കോംപ്ലിക്കേഷൻ കൂടി വരുന്നുണ്ട്. 8th ക്വസ്റ്റ്യൻ നോക്കിയേ. 1.6 ഇസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ 1.5. അപ്പോൾ നോക്കിയേ, ഇത് പോയിന്റിൻ്റെ ഒക്കെ നമ്പറായി. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. നമുക്ക് എന്താ അറിയേണ്ടത്, ഇതെന്താണ്, വൈയുടെ ഭാഗത്ത് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചെഴുതുക. y ഡിവൈഡഡ് ബൈ 1.5 ഇസ് ഈക്വൽ ടു 1.6 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് y എന്ത് കിട്ടും, y ഡിവൈഡഡ് ബൈ അല്ലേ. അപ്പോൾ ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ y ഇസ് ഈക്വൽ ടു 1.6 × 1.5. അപ്പോൾ 1.6 × 1.5 എങ്ങനെ ചെയ്യും. അപ്പോൾ 16 × 15 ആദ്യം ചെയ്യുക. 6 5s 30 അല്ലേ. 5 6 7 8 പിന്നെ 6ഉം 1ഉം എഴുതുക. അപ്പോൾ 8 9 10 11 12 13 14 അങ്ങനെ 214 നമുക്ക് കിട്ടും. ആ 240 അങ്ങനെ തന്നെ എഴുതുക ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ നോക്കി 1.6ഉം 1.5ഉം അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, ചുമ്മാ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസറിൽ നിന്ന് ഇവിടുന്ന് ഒരു സ്ഥാനം, അതുപോലെ ഇവിടുന്ന് ഒരു സ്ഥാനം, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 സ്ഥാനം മാറ്റിയിടുക. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ. ഇവിടെ ഒരു സ്ഥാനം, അതുപോലെ ഈ ലാസ്റ്റ് നോക്കി 6 മാത്രമല്ലേ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഒരു സ്ഥാനം. പിന്നെ ഈ 1.5നകത്ത് 5 അല്ലേ ഉള്ളൂ ഈ പോയിന്റ് കഴിഞ്ഞിട്ട്, അപ്പോൾ 2 സ്ഥാനം അല്ലേ. അപ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ നമ്മൾ നോക്കിയേ 1 2 സ്ഥാനം മാറ്റി നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ 2.40 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം y ഇസ് ഈക്വൽ ടു, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു 2.4 എന്ന് എഴുതാമല്ലോ. എഴുതാം. അങ്ങനെയാണ് നമുക്ക് 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ ചെയ്താലോ. 9th ക്വസ്റ്റ്യൻ നോക്കിയേ. 7x - 9 ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, 7x അവിടെ നിർത്തിയിട്ട് ബാക്കി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലേ.
അപ്പോൾ നമുക്ക് 16 ബാക്കിയുള്ള എന്താ -9 അല്ലേ, -9 ഇപ്പുറത്ത് വരുമ്പോൾ +9 ആവും. അപ്പോൾ 7x is equal to 16 + 9. 16 + 9 ചെയ്ത് നോക്കിയാൽ 9, 10, 11, 12, 13, 14, 15. എന്നിട്ട് ഇവിടെ 1 വരും, 1 ക്യാരി ഓവർ ആണ്. അപ്പോൾ 1 + 1 2, 25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക, എക്സ് കണ്ടുപിടിക്കണം. 7x എന്ന് പറഞ്ഞാൽ 7 × x, അപ്പോൾ അത് ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ 25, 7 താഴോട്ട് വരും. അപ്പോൾ 25/7 ആൻസറും കിട്ടും. x is equal to 25/7. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന് എടുത്തോട്ടെ. 10th ക്വസ്റ്റ്യൻ എന്താ, 14y - 8 is equal to 13 എന്നല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 14y അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് 8നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. 13 -8 അല്ലേ, ഇപ്പുറത്തോട്ട് വരുമ്പോൾ +8 ആവും. 13 + 8 എത്രയാണ്, 9, 10, 11, 21 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ y is equal to 14y എന്ന് പറയുന്നത് 21 ആണ് നമുക്ക് കിട്ടും. 13 + 8 ചെയ്തപ്പോൾ 21 കിട്ടി. ഓക്കെ. ഇനി നമുക്ക് y കണ്ടുപിടിക്കാൻ എന്താ, 14y എന്ന് പറഞ്ഞാൽ 14 × y അല്ലേ. അപ്പോൾ y എന്ന് പറയുമ്പോൾ 21/14 എന്ന് വരും. ഇനി നമുക്കിതിനെ വെട്ടാൻ പറ്റുമോ, 21/14? നമുക്കറിയാം 7ൻ്റെ ടേബിളിലുണ്ട് 21 ഉണ്ട് 14 ഉണ്ട്. 7 × 3 അല്ലേ 21, അപ്പോൾ നമുക്ക് ഇവിടെ 3 എന്ന് എഴുതാം. 7 × 2 അല്ലേടാ 14, അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y is equal to 3/2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. y is equal to 3/2. അങ്ങനെ വെട്ടാനൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ വെട്ടണം. ഇവിടെ കണ്ടു 25/7 നമുക്ക് ഒരിക്കലും വെട്ടാൻ പറ്റത്തില്ല അല്ലേ. അതെന്തുകൊണ്ടാണ്, 25 7ൻ്റെ ടേബിളിൽ ഇല്ല, അതുകൊണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നോക്കിയേ. 17 + 6p is equal to 9. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 6p അവിടെ നിർത്തണം. 6p is equal to 9. ബാക്കി 17 അല്ലേ ഉള്ളത്, ഇത് +17 അല്ലേ. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -17. അപ്പോൾ 6p എന്ന് പറയുന്നത് 9 - 17. 9 - 17 എന്ന് പറയുമ്പോൾ 17 ആണ് മൈനസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മൈനസ് നമ്പറാണ് കിട്ടുന്നത് അല്ലേ. 9 - 17 എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൻ്റെ സൈൻ അല്ലേ നമ്മൾ ഇടേണ്ടത്. ഇവിടെ 9 ആണോ 17 ആണോ വലുത്, 17. അപ്പോൾ 17ൻ്റെ സൈൻ ആണ്, അപ്പോൾ മൈനസ്. പിന്നെ ഇത് രണ്ടും മൈനസ് ചെയ്യാം. 9, 10, 11, 12, 13, 14, 15, 16, 17, 8 എന്ന് കിട്ടും അല്ലേ. 17 - 9 എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ സിമ്പിൾ ഇടുമ്പോൾ നമ്മൾ വലിയ നമ്പറിൻ്റെ സിമ്പിൾ ഇടുക. അത് -17 അല്ലേ, അത് 17 അല്ലേ വലുത്, അതുകൊണ്ട് ഇവിടെ മൈനസ് കിട്ടും. ഇനി നമ്മൾ പി എങ്ങനെ കണ്ടുപിടിക്കും, 6p എന്ന് പറഞ്ഞാൽ 6 × p, അപ്പോൾ 6 ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ -8 അങ്ങനെ തന്നെ എഴുതിയിട്ട് /6 എന്ന് എഴുതണം. ഓക്കെ അല്ലേ. അപ്പോൾ -8 /6 എന്ന് ആൻസർ കിട്ടും. 8 6 ഏതെങ്കിലും ടേബിളിലുണ്ടോ, വെട്ടാൻ പറ്റുമോ, 2ൻ്റെ ടേബിളിലില്ലേ. അപ്പോൾ നമുക്ക് 2 × 4 ആണ് 8, 2 × 3 ആണ് 6, അപ്പോൾ 4/3 എന്ന് കിട്ടും. മൈനസ് കളയല്ലോ കേട്ടോ. അപ്പോൾ p എന്ന് പറയുന്നത് -4/3 കിട്ടിയില്ലേ. അത്രേ ഉള്ളൂ നമ്മുടെ 11th ക്വസ്റ്റ്യൻ. ഇനി 12th ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. x/3 + 1 is equal to 7/15. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, x/3 അവിടെ തന്നെ നിർത്തുക. 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ 7/15, 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം, +1 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് സോൾവ് ചെയ്യണം. 7/15 - 1 എങ്ങനെ ചെയ്യും, 7 - 1 ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ 1/1 എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ. ഏതൊരു നമ്പറാണ്, ഇപ്പോൾ 2 ആണെങ്കിൽ 2/1. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയല്ലേ. അതുപോലെ 1/1 എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. അറിയാത്തവർക്കാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ 7 × 1 എന്ന് എഴുതുക. ഇതിങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും ചെയ്യാം. ആരോസ് ഇടുക. 7 × 1 7, പിന്നെ ഈ മൈനസ് സിമ്പിൾ ഇടുക. 15 × 1 15. മനസ്സിലായി, 15 × 1 15 ഡിവൈഡഡ് ബൈ കഴിഞ്ഞിട്ട് 15 × 1 ചെയ്യണം അല്ലേ. 15 × 1 15. അപ്പോൾ x/3 എന്ന് പറയുന്നത് 7 - 15 / 15 കിട്ടി. അപ്പോൾ x/3 എന്ന് പറയുന്നത് is equal to 7 - 15. അപ്പം നമുക്കറിയാം മൈനസ് സിമ്പിൾ വന്നേക്കുന്നത് വലിയ നമ്പറിൻ്റെ അവിടെയാണ്, -15. അപ്പോൾ മൈനസ് വരും അല്ലേ. 7 - 15 ചെയ്യുമ്പോൾ മൈനസ് വരും. 15 - 7 എത്രയാണ്, 7, 8 ആണ് അല്ലേ, 8. അപ്പോൾ -8 എന്ന് കിട്ടി. ബാക്കി /15 അവിടെ ഉണ്ട്, അതും എഴുതി. മനസ്സിലായോ. അപ്പോൾ 8ഉം 15 ഒന്നും വെട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിർത്തി. ഇനി നമുക്ക് x കണ്ടുപിടിക്കണ്ടേ. x കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, x /3 അല്ലേ. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ. -8 /15 × 3 എന്നാവും. 3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവത്തില്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇനി നമുക്ക് എന്തെങ്കിലും വെട്ടാനൊക്കെ പറ്റുമോ നോക്കിയേ. 3ഉം 15ഉം നോക്കിയേ, 3 × 5 അല്ലേ 15. അപ്പോൾ നമുക്കിവിടെ വെട്ടാം, 5 എന്നാക്കാം അല്ലേ. 3 × 1 3ഉം 3 × 5 15ഉം. അപ്പോൾ നമുക്ക് x is equal to -8 / 5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, മനസ്സിലായോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.